ഹലോ എവരി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ജാവ പ്രോഗ്രാം എന്ന് പറയുന്നത് ടു ഡിസ്പ്ലേ ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to 100. അപ്പോൾ നമുക്ക് ഏത് ലിമിറ്റും കൊടുക്കാം. ഇപ്പോൾ 1 to 100 വരെയുള്ള നമ്പേഴ്സിനകത്തുള്ള ഓഡ് നമ്പേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യാം. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഏത് ലിമിറ്റ്, ഇപ്പോൾ 1000 കൊടുക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ 500 കൊടുക്കാം നിങ്ങൾക്ക്. ഏതാണോ നിങ്ങൾക്ക് ലിമിറ്റ് വേണ്ടത് നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാമിൻ്റെ ആ ഒരു ബേസിൽ. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾ കരുതും ഇതൊരു സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ് ആണല്ലോ ഓഡ് നമ്പേഴ്സ്. പക്ഷെ ഒരിക്കലും ഈ ഓഡ് നമ്പേഴ്സിൻ്റെ ഈ ഒരു കൺസെപ്റ്റ് പല പ്രോഗ്രാമുകളിലും, ഇപ്പോൾ കുറച്ച് ലാർജറായിട്ടുള്ള പ്രോഗ്രാം ആണെങ്കിൽ പോലും അതിനകത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ലോജിക്ക് എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം, ഇനീഷ്യലൈസ് ചെയ്യേണ്ടതാണെങ്കിൽ ഇനീഷ്യലൈസ് ചെയ്യുകയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലിമിറ്റാണ്. ഇവിടെ നമ്മൾ പറയുന്നത് 100 ആണ് ലിമിറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു വേരിയബിളൊക്കെ ഡിക്ലെയർ ചെയ്ത് അതിന് വാല്യൂ 100 എന്ന് ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. സോ വി ഹാവ് ടു ഡിക്ലെയർ എ വേരിയബിൾ നെയിം നമ്പർ ആൻഡ് ഇനീഷ്യലൈസ് ഇറ്റ് വിത്ത് 100. ദ ലിമിറ്റ് ടു പ്രിൻറ്റ് ദ ഓഡ് നമ്പർ. അതായത് നമുക്ക് ഏത് വരെയാണ് ഓഡ് നമ്പർ പ്രിൻറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ലിമിറ്റാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ 100 വരെയാണ് കൊടുക്കുന്നത്. സോ നമ്പർ എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അത് ഇനീഷ്യലൈസ് ചെയ്തു. ദെൻ ഇവിടെ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഐട്രേഷൻ ചെയ്യുമ്പോഴും അതിനകത്ത് നമ്മൾ ഫോർ ലൂപ്പിൽ പൊതുവെ ഒരു ഐ ആർ വേരിയബിൾ യൂസ് ചെയ്യാറില്ലേ, ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ 1 to 100 ആയതുകൊണ്ട് ആദ്യം 1 ഈ ഓഡാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യും, പിന്നെ അത് ഇൻക്രിമെൻറ്റ് ചെയ്ത് അടുത്ത് ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്യാണ് ഫോർ ലൂപ്പിനകത്ത് ചെയ്യുന്നത്. ആഫ്റ്റർ പ്രിൻറ്റിങ് ഈച്ച് ഓഡ് നമ്പർ ദ വാല്യൂ ഓഫ് ഐ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1. അങ്ങനെ നമ്മൾ ഓരോ ഓഡ് നമ്പറും പ്രിൻറ്റ് ചെയ്തതിന് ശേഷം ഈ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണ് പ്രോസസ്സുകൾ നടക്കുന്നത്. ഇൻ ഓർഡർ ടു ചെക്ക് ദ നമ്പർ we have divided the number by 2. If it leaves a remainder, the number is odd and print the statement print that number. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ ഏത് നമ്പറിനെയും നമ്മൾ 2 കൊണ്ട് മോഡുലസ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ 0 ആണെങ്കിൽ അതെന്ത് നമ്പറാണ്? അതൊരു ഈവൻ നമ്പറാണ്. ഓക്കെ, അതാണ് സിമ്പിളായിട്ടുള്ള ലോജിക്. അപ്പോൾ നമ്മൾ അത് ഇനി ഓഡ് നമ്പർ ആണെങ്കിൽ എങ്ങനെ എന്നുള്ളതാണ് അപ്ലൈ ചെയ്യുന്നത്. സിമ്പിളാണ്. അതായത് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈവൻ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നോട്ട് ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിൾ എടുക്കുക, മോഡുലസ് 2 ചെയ്യുക, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതെന്താണ്? ഓഡ് നമ്പറാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇവിടെ നമുക്കിവിടെ പ്രോഗ്രാം കാണാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെൻ. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ, അതൊരു ഇൻറ്റീജർ ടൈപ്പാണ്, അത് ഡിക്ലെയർ ചെയ്തു. പ്ലസ് എന്ത് ചെയ്തു? ഇനീഷ്യലൈസ് ചെയ്യുക കൂടെ ചെയ്തു. ഈക്വൽ ടു 100 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി സിസ്റ്റം ഔട്ട് പ്രിൻറ്റ് ലിസ്റ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to നമ്പർ എന്താണ്? 100. സോ 1 to 100. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു ഹെഡ്ലൈൻ പോലെ വരുന്നത്. ആദ്യം ഒന്ന് പ്രിൻറ്റ് ചെയ്യും ലിസ്റ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇനിയാണ് നമ്മളുടെ ലോജിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 × i = 1, i <= നമ്പർ, i++. അപ്പോൾ i നമ്മൾ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ 1ൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ 1 to 100 ആയതുകൊണ്ട് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. i = 1 ആണ്, i <= 100 ആണ്, ഷുവറാണ്. അപ്പോൾ i++. പിന്നെ നമ്മളിങ്ങനെ ആ നെക്സ്റ്റ് സ്റ്റേജിലാണ് അതൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്ത കാര്യമാണ് നോക്കുന്നത്. i = 1 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അത് നമ്മൾ ചെക്ക് ചെയ്യാണ്, ഓഡാണോ ഈവൻ ആണോ. എങ്ങനെ ചെക്ക് ചെയ്യുക? ഇഫ് i മോഡുലസ് 2 നോട്ട് ഈക്വൽ ടു 0, അതായത് i 2 വെച്ച് മോഡുലോ ചെയ്യുമ്പോൾ 0 കിട്ടാൻ പാടില്ല. അങ്ങനത്തെ എന്താണെങ്കിൽ നമ്മളോട് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കും. സിസ്റ്റം ഔട്ട് പ്രിൻ്റ് i, അതായത് ആ വാല്യൂ എന്താണോ അത് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫോർ ലൂപ്പിലേക്ക് വീണ്ടും മടങ്ങിപ്പോകും. എന്നിട്ട് അവിടെ എന്താ കാണുന്നത്? i++ ആണ്. നമ്മൾ ഫോർ ലൂപ്പിൻ്റെ എക്സിക്യൂഷനൊക്കെ എങ്ങനെയാണെന്ന് വേറെ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ i++ ആയി കഴിഞ്ഞാൽ വീണ്ടും ചെക്ക് ചെയ്യും. i++ പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ആ 2 <= 100 ആണോ? ഓഫ് കോഴ്സ് 100-നേക്കാൾ ചെറുതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ആ ഒരു ഫോർ ലൂപ്പിനകത്ത് കയറിയിട്ട് ഈ പ്രോസസ്സ് തന്നെ ചെയ്യും. i മോഡുലസ് 2 നോട്ട് ഈക്വൽ ടു 0 ആണോ? അപ്പോൾ ചിലപ്പോൾ ആവാത്ത കേസുകളാകുമ്പോൾ അത് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഫോർ ലൂപ്പിലേക്ക് തന്നെ കയറും. അതാണെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്തിട്ട് ഫോർ ലൂപ്പിലേക്ക് തന്നെ കയറും.
വീണ്ടും i പ്ലസ് പ്ലസ് ചെയ്യും, എന്നിട്ട് വീണ്ടും i ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ചെക്ക് ചെയ്യും, എന്നിട്ട് അത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ ആ പ്രോസസ്സ്, ആ ചെയിൻ ഓഫ് പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഏത് വരെയാണ് അത് കണ്ടിന്യൂ ചെയ്യുക? ആ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ എന്നുള്ള കണ്ടീഷൻ ബ്രേക്ക് ആവുന്നത് വരെ. അതായത് 100 വരെ ഓക്കെ ആയിരിക്കും, കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളത് കൊണ്ട് 100 വരെ ഓക്കെ ആയിരിക്കും. പക്ഷേ 101 വന്നു കഴിഞ്ഞാൽ എന്താണ്, അവിടെ അത് ബ്രേക്കായി, കാരണം അത് ഫാൾസായി. അപ്പോൾ പിന്നെ അവരുടെ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആവും. അങ്ങനെയാണ് നമുക്ക് 1 to 100 വരെയുള്ള വാല്യൂസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്നാണ്ട് എങ്ങനെയാണ് ഔട്ട്പുട്ട് വരിക? 1 3 5 7 9 11 13 എന്ന് അങ്ങനെ 99 വരെയുള്ള ഓഡ് നമ്പേഴ്സൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓഡ് നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലോജിക്ക് തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതേ ലോജിക്ക്, അതായത് ചെറിയൊരു ഡിഫറൻസ് വരുത്തിയിട്ടാണ് നമ്മൾ ഇനി ഈവൻ നമ്പേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല, കാരണം സിമ്പിളായിട്ടുള്ളൊരു ലോജിക്കാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ട, അതിന് വേണ്ടി ഒരു ടൈം കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതിനകത്താണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് വരിക? ഇവിടെ ഫോർ ലൂപ്പൊക്കെ അതുപോലെ തന്നെ വരും. ഇപ്പോൾ 1 to 100 ഒക്കെ ആണെങ്കിൽ അവിടെ ഒന്നും മാറ്റം ഉണ്ടാവില്ല, ഒക്കെ കറക്റ്റ് അതുപോലെ വരും. എവിടെയാണ് പിന്നെ മാറ്റം വരുന്നത്? ഇഫ് i മോഡുലസ് 2 നോട്ട് ഈക്വൽ ടു 0 ആണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് ഓഡിൻ്റെ കേസിൽ. ഈവൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് വരിക? ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഇപ്പോൾ 4 എന്ന നമ്പറിനെ നമ്മൾ 2 കൊണ്ട് മോഡുലോ കണ്ടാൽ അതിൻ്റെ റിമൈൻഡർ 0 ആണ്. ഓഫ് കോഴ്സ് നമുക്കറിയാം. ഇപ്പോൾ 10 ആണെങ്കിലും അതിൻ്റെ റിമൈൻഡർ 0 ആണ്. 20 ആണെങ്കിലും ഏത് നമ്പർ ആണെങ്കിലും ശരി, അതൊരു ഈവൻ നമ്പർ. അപ്പോൾ i മോഡുലസ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ അതൊരു ഈവൻ നമ്പറുമാണ്. i മോഡുലസ് 2 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതൊരു ഓഡ് നമ്പറുമാണ്. അതാണ് അതിനകത്ത് കിടക്കുന്ന ആ ഒരു ലോജിക്ക്. അത്രയും സിമ്പിളായിട്ടുള്ളൊരു ലോജിക്കാണ്. പക്ഷേ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് പലപ്പോഴും കണക്റ്റ് ആവാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് മാത്സിലൊക്കെ കുറച്ച് വീക്കാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾക്കൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻ വരും കേട്ടോ. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പിന്നെ റിസൾട്ട് വരിക? ലിസ്റ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം 1 to 100 2 4 6 8 10 അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈവൻ നമ്പേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ ലോജിക്കിൽ. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഒന്ന് ഈക്വൽ ടു 0 ആണ്, ഒന്ന് നോട്ട് ഈക്വൽ ടു 0 ആണ്. അത്ര ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓഡ് നമ്പേഴ്സിൻ്റെ പ്രോഗ്രാം അപ്പോൾ ഇവിടെ തന്നു, അതിൻ്റെ ഔട്ട്പുട്ടും തന്നു. അതുപോലെ നിങ്ങൾ ഈവൻ നമ്പേഴ്സിൻ്റെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു മാറ്റം ഇതിനകത്തുള്ളൂ. അതുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അങ്ങനെ നമുക്ക് എന്തൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഓഡ് നമ്പേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെ, ഈവൻ നമ്പേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെ, പ്രത്യേകിച്ചും എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ലിമിറ്റ് കൊടുത്തിട്ട് അതിനകത്തുള്ള നമ്പേഴ്സിൽ നിന്ന് നമുക്ക് ഓടും ഈവനൊക്കെ ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൺസെപ്റ്റുകളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.